ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെൻ്റ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തോറിൻ്റെ മിയോനറാണ്, അല്ലെങ്കിൽ തോറിൻ്റെ ഹാമർ എന്നൊക്കെ ഇതിനെ പറയാം. അപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു മിസ്സിംഗ് ഉണ്ട്, അത് ബെസ്റ്റിനാണ്. അവന് എക്സാം കാരണം കൊണ്ടാണ് വരാൻ പറ്റാതെ. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകിക്കാതെ നേരെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ മിയോനറിൻ്റെ വർക്കിനായിട്ട് നമുക്ക് കുറച്ച് കാർഡ്ബോർഡുകൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന അളവിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. നമ്മളൊരു വലിയ കഷ്ണവും ചെറിയ കഷ്ണം, വലിയ കഷ്ണം ചെറിയ കഷ്ണം, അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മളിവിടെ വെച്ചേക്കണേ. എന്നിട്ട് അത് നമ്മൾ സെലോ ടേപ്പ് വെച്ചിട്ട് കൂട്ടി ഒട്ടിക്കുക. ഇപ്പം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മടക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചേക്കണേ. അതിനുശേഷം നമ്മളിത് പരസ്പരം ഉള്ളിൽ നിന്ന് കുറച്ച് സെല്ലോ ടേപ്പൊക്കെ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാണ്. ഉള്ളിൽ നിന്നും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതേമാതിരത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇനി നമുക്ക് ഹോട്ട് ഗ്ലൂവോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ ഉപയോഗിച്ച് നമ്മുടെ അതിൻ്റെ വശങ്ങളും എല്ലാം നമുക്ക് ഗ്ലൂ ചെയ്ത് നല്ല സ്ട്രെങ്തൻ ചെയ്യണം. ഇപ്പം നമ്മുടെ ഗ്ലൂവിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലത്തെ വർക്കിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മളിവിടെ 4 കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങൾ നമ്മളിവിടെ കാണിക്കുന്ന അളവിൽ കട്ട് ചെയ്തിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒരു ആംഗിള് ചെരിച്ച് ഒട്ടിക്കുകയാണ്. അത് നമ്മൾ 4 സൈഡിലും ഒട്ടിക്കുന്നുണ്ട്. ആ 4 സൈഡും ഒട്ടിച്ച് വരുമ്പോൾ ഒരു ഏകദേശം ഒരു സ്ക്വയറായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് പാകമായിട്ടുള്ള ഒരു സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അളവ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ അളവിൽ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ച് ഇവിടെ ഒട്ടിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ 4 കോർണറുകളിലായിട്ട് ഒരു ട്രയാങ്കിള് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ആ അളവ് നമ്മളൊരു കാർഡ്ബോർഡിൽ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ആ ഗ്യാപ്പുകളിലായിട്ട് ഒട്ടിക്കുകയാണ്. 4 കോർണറുകളിലും നമ്മളിങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒട്ടിക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത കാർഡ്ബോർഡിൽ വല്ല ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊരു A4 ഷീറ്റ് വെച്ച് കവർ ചെയ്യണം. അപ്പോൾ ആ ചുളിവുകളൊന്നും അറിയില്ല. ഇനി നമുക്ക് നമ്മുടെ മിയോനർ നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഡിസൈൻസ് ഉണ്ട്. അത് നമ്മളൊരു ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ആ ഡിസൈൻ ഉണ്ടാക്കുകയാണ്. ഒരു ഏകദേശ രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കണേ. അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെംപ്ലേറ്റ് അങ്ങാനും പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കുകയും ചെയ്യാം. നമ്മൾ ഇതേപോലെ എല്ലാ സൈഡും ചെയ്യണം. അതിനുശേഷം നമ്മുടെ മിയോനറിൻ്റെ ഹാൻഡിൽ നമുക്ക് വെക്കണം. അതിനായിട്ട് നമ്മളൊരു PVC അതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ ഡയൊക്കെ മാർക്ക് ചെയ്ത് 2 സൈഡിലുമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ PVC അതിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് 2 സൈഡിലുമായിട്ട് നല്ല രീതിയിൽ ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിക്കുന്നത് കൊണ്ട് നല്ല സ്ട്രെങ്ത് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്കൊരു ചെറിയ സർക്കിൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കവർ ചെയ്യുന്നുമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡിലിൽ നമുക്കൊരു A4 ഷീറ്റ് ഒട്ടിക്കണം. നമ്മളതൊരു A4 ഷീറ്റോ അല്ലെങ്കിൽ കാർഡ്ബോർഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഹാൻഡിൽ സ്ട്രാപ്പിനായിട്ട് നമ്മുടെ പഴയ ട്യൂബിൽ നിന്നൊക്കെ നമ്മൾ ഇതേമാതിരത്തെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്ത് നമ്മളൊരു ബോട്ടിലിൻ്റെ ക്യാപ്പുമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഇതേമാതിരത്തെ ഒരു സ്ട്രക്ചർ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കത് നമ്മുടെ ഹാൻഡിലായിട്ട് ഒട്ടിക്കുക. ഇപ്പോൾ നമ്മൾ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഹാൻഡിലിൻ്റെ താഴെയായിട്ടുള്ള ആ ജോയിൻറ്റിൽ നമുക്കൊരു റിങ് നമുക്ക് ഒട്ടിക്കണം. അതിനായിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചേക്കാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഹാൻഡിലിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ അവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിയോനർ നോക്കുമ്പോൾ അതിൽ ചെറിയ ലൈൻസ് നമുക്ക് താഴ്ന്നിട്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡുകൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കത് കാണിക്കാം. നമ്മളിവിടെ സിമ്പിളായിട്ട് ജസ്റ്റ് അത് ഒരു മാർക്കർ വെച്ച് ഡ്രോ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളത് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് വർക്കിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്ത് ഗ്രേ രൂപത്തിലേക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അലുമിനിയത്തിൻ്റെ സ്പ്രേ പെയിൻറ്റോ അല്ലെങ്കിൽ ഇനാമൽ പെയിൻറ്റോ മേടിച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഹാൻഡിലിൽ നമ്മൾ ബ്രൗൺ അർക്ലിക് പെയിൻ്റാണ് അടിക്കണേ. അതിൻ്റെ ആ സ്ട്രാപ്പിലും നമ്മൾ ആ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഹോട്ട് ഗ്ലൂ നമുക്ക് പറിക്കാം. അത് പറിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ബ്ലാക്കിൻ്റെ ആ സെപ്പറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ സൈഡുകളിലുള്ള ആ ഡിസൈനുകളിൽ നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ബ്ലാക്ക് അർക്ലിക് പെയിൻറ്റ് ഇത്തിരി വെള്ളം ചേർത്തിട്ട് അതിൻ്റെ മേലെ
നല്ല രീതിയിൽ അടിച്ചിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് അതൊന്ന് വൈപ്പ് ചെയ്താൽ മതി. അതിങ്ങനെ നമ്മൾ ഉരയ്ക്കുമ്പോൾ അതിൻ്റെ ടോപ്പിലത്തെ ആ ബ്ലാക്ക് പോവുകയും ഒരു ബ്ലാക്ക് ടച്ച് അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഇതേമാതിരി തന്നെ എല്ലാ സൈഡിലും നമ്മൾ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡിലിൽ കുറച്ച് റിങ്സ് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഒരു A4 ഷീറ്റിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് കുറച്ച് സ്ട്രാപ്പ് രൂപത്തിൽ കട്ട് ചെയ്തൊരു നിശ്ചിത അകലത്തിൽ നമ്മൾ വെച്ച് പ്ലേസ് ചെയ്തേക്കാണ്. നമ്മൾ ഉണ്ടാക്കിയ മിയോനറിൽ നമുക്ക് കുറേ ഡീറ്റെയിൽസ് ഇനിയും ആഡ് ചെയ്യാം. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള വെർഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്നേക്കണേ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ തോറിൻ്റെ മിയോനറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും ചെയ്തേക്കാം. ഒപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്ക് ഇതിലും മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ റീസെൻ്റ് ഐഡിയാസ് സൈനിങ് ഔട്ട്.